we saw the basic ideas of thermodynamics, the equilibrium, definitions. See, when a system comes out of equilibrium, what happens? Okay, so let us say you're heating a vessel of water. Heat, let us say it was at constant temperature, let us say 40 degrees Celsius. Okay, so what happens when you heat a system or when you give energy to a system? Okay, അപ്പോൾ അതിൻ്റെ പല പാരാമീറ്റേഴ്സും മാറും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ കാര്യം കണ്ടു. അത് വേരിയബിൾസിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഇൻറ്റൻസീവ് വേരിയബിൾസ്, എക്സ്റ്റൻസീവ് വേരിയബിൾസ് എക്സെട്ര വിസോ. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ വേരിയബിൾസ് എങ്ങനെയൊക്കെ മാറും. അപ്പോൾ ഈ വേരിയബിൾസ് എങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം, ഹൗ ആർ ദ വേരിയബിൾസ് റിലേറ്റഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. വേരിയബിൾസ് ആർ റിലേറ്റഡ് ടു ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അല്ലേ? സി ഇഫ് യു ടേക്ക് let us say ideal gas system, we know that it is PV equal to nRT. This is the equation of state. So pressure, volume and temperature are related. ഇനി അതല്ല, നമ്മൾ എടുക്കുന്ന റിയൽ ഗ്യാസ് ആണ്, ഐഡിയൽ ബിഹേവിയർ എന്ന് കുറച്ച് നീങ്ങിയ ഒരു ഗ്യാസ് ആണെങ്കിൽ, യു ഹാവ് സ്റ്റഡി ഇൻ കെമിസ്ട്രി ദാറ്റ് ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് സംതിങ് കോൾഡ് ആസ് എ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. അല്ലേ? The van der Waals equation is P plus A by V square into V minus B equal to RT for 1 mole of gas. Okay, so for 1 mole of gas, this is your van der Waals equation. അപ്പോൾ ഈ വേരിയബിൾസ് എങ്ങനെ മാറുന്നു എന്നുള്ളത് ആരെയൊക്കെ ആശ്രയിച്ചിരിക്കും? It depends upon the equation of state and how the variables are related. Okay, അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ വേരിയബിൾസ് ഏതൊക്കെയാണ്, തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? Mainly, you can see that pressure, volume and temperature are the three main thermodynamic variables. കാരണം thermodynamics ഇത് പണ്ട് ഉരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രമായ കാരണം we will have to say that there is no atomic structure. അപ്പോൾ ഇന്നർ സ്ട്രക്ചർ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെ അളക്കാൻ കഴിയുമോ കൂടുതലും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേരിയബിൾസിനെ കുറിച്ച് പറയുക. So let us say first of all, now what do you mean by pressure? Pressure means essentially it is force by area. This is the definition of pressure. അപ്പോൾ നമ്മളിപ്പോൾ തെർമോഡൈനാമിക്സിൽ എപ്പോഴും എക്സാമ്പിൾ എടുക്കുക, ഇറ്റ് ഈസ് almost always a cylinder, a sealed cylinder with a piston with a gas inside, most probably ideal gas inside. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പിസ്റ്റൺ എടുത്തു കഴിഞ്ഞ് ഇത്തരത്തിൽ നമ്മളൊരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അകത്തൊരു ഐഡിയൽ ഗ്യാസ് നിറച്ചിട്ട് നമ്മളൊരു പിസ്റ്റൺ വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇത് താഴേക്ക് നമ്മൾ ഞെക്കുകയാണെങ്കിൽ മീൻസ് പ്രഷർ വിൽ ഇൻക്രീസ്. ഓക്കെ, so it is force per unit area. അപ്പോൾ നമ്മൾ താഴേക്ക് നിൽക്കുമ്പോൾ ഏരിയ കുറയുന്ന കാരണം ഫോഴ്സ് കൂടും. ഓക്കെ, സോ that is a macroscopic definition. ഓക്കെ, അതായത് അറ്റോമിക് സ്ട്രക്ചർ ഒന്നും അറിയാത്ത അവസ്ഥയിലുള്ള അതിൻ്റെ ഡെഫിനിഷൻ ആണ് ഇത്. Now what is the microscopic definition? Force, as we know from the kinetic theory of gas, കെമിസ്ട്രിയിൽ പ്ലസ് ടു ഒരു കൈനറ്റിക് തിയറി പഠിച്ചിട്ടുണ്ടാവും. എന്താ പറയണത്? പ്രഷർ ഈസ് എ മെഷർ ഓഫ് ദി collision of the gas molecules with the walls of the container. നമ്മൾ ഈ പ്രഷർ എന്ന് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന ഗ്യാസ് എന്തായാലും മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ഈ മോളിക്യൂൾസ് ഇതിൻ്റെ ഭിത്തിയിൽ വന്ന് ഇടിക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെ അളവാണ് പ്രഷർ. സോ ദാറ്റ് ഈസ് ദി മൈക്രോസ്കോപ്പിക് ഡെഫിനിഷൻ. വാട്ട് ഈസ് ദ റീസൺ ഓഫ് പ്രഷർ? ദ റീസൺ ഓഫ് പ്രഷർ ഇസ് ദി collision of these gas molecules on the walls of the container. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ താഴേക്ക് ഞെക്കുമ്പോൾ these molecules are getting more agitated. ഓക്കെ, കാരണം വോളിയം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി your other way thermodynamic variables will change. Okay, so they will collide more vigorously and pressure will increase. So that is pressure. Now what about volume? Volume നമ്മൾ കൂടുതലും പറയാനില്ല. It is nothing, it indicates the space occupied by the gas. Volume is a measure of the space occupied by the gas. ഇനി മൂന്നാമത്തെ ഡെഫിനേഷൻ, നമ്മൾ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണെന്ന് നേരിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് പറയാൻ നോക്കിയില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു let us say for a most simple definition is that it is a degree of hotness of a body. എത്ര ചൂടുണ്ടെന്നുള്ളതിൻ്റെ അളവാണ് ടെമ്പറേച്ചർ. പക്ഷെ അതൊരു സയന്റിഫിക് ഡെഫിനേഷൻ അല്ല. See, to define temperature we will have to look at a little more advanced idea. Okay, നമ്മളിവിടെ പറയാൻ പോകണം എന്താ വെച്ചാൽ, now let us take an example. Let us take an example where I have two systems.
ഈ രണ്ടും സെപ്പറേറ്റഡ് ആണ്. ലെറ്റ് us say we are keeping in a container with a wall that separate these two. രണ്ടും യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ലെറ്റ് us say this wall makes these two isolated systems. ഓക്കെ, ഇനി നമ്മൾ പറയാൻ എന്താ വെച്ചാൽ ഈ രണ്ട് സിസ്റ്റങ്ങളും മൂന്നാമതൊരു സിസ്റ്റമായിട്ട് കോണ്ടാക്റ്റിലാണ്. ഓക്കെ, this is the system C. So we are saying that this is a wall അപ്പോൾ നമ്മൾ പറയുന്നത് ദിസ് ഇസ് ആൻ ഇംപെർമിയബിൾ വാൾ. ഇംപെർമിയബിൾ എന്ന് വെച്ചാൽ പോറസ് അല്ല, അകത്തേക്ക് പാർട്ടിക്കിൾസിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല, ഹോൾസ് ഒന്നും ഇല്ലാത്തൊരു വാളാണ്. അതുപോലെ തന്നെ എനർജി എക്സ്ചേഞ്ച് കഴിയുന്നുണ്ട്. ഓക്കെ, now we are going to say that these two systems are in contact with C. ഓക്കെ, ഇനി നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ A and C, systems A and C, they are in equilibrium with each other. നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. Okay, they are in thermal equilibrium, they are in mechanical equilibrium, and they are in chemical equilibrium. Okay, അപ്പോൾ ഈ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിലാണ്. അതായത് നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും നമ്മൾ കാണില്ല, യാതൊരു ചേഞ്ച് രണ്ട് സിസ്റ്റം നമ്മൾ കാണില്ല. അതേപോലെ തന്നെ നമ്മൾ പറയണം ബിയും സിയും ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, സോ ബി ആൻഡ് സി ആർ ഇൻ ഇക്വിലിബ്രിയം. So we are saying that systems A and B are separately in equilibrium system C. എയും സിയും ആയിട്ട് ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും ആയിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ we can say that systems A and D are in equilibrium. We can say that system A and B should, അത് നമുക്ക് ആലോചിച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ. ഈ രണ്ടുപേരും സെപ്പറേറ്റഡ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കണം. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ let us take three of you students. One is a boy, other is a girl. എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൺകുട്ടിയുടെ കയ്യിലും 10 രൂപയുണ്ട്. both are having the same amount of money. ഇനി എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, എൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലും 10 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കയ്യിലിരിക്കുന്ന ഒരേ എമൗണ്ട് ഓഫ് മണി കാശ് തന്നെയല്ലേ, രണ്ടുപേരെങ്കിലും 10 രൂപ തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ A and C are in equilibrium, B and C are the two are separated in equilibrium with the third system. In that case, the first and second systems will also be in equilibrium with each other. Okay, this is ഈ നിയമത്തിന് നമ്മളൊരു പേര് പറയും. This is known as the Zeroth Law of Thermodynamics. This is known as the Zeroth Law of Thermodynamics. Zeroth Law പറഞ്ഞ ഇതാണ്, if two systems are separately in equilibrium with the third system, then the first two systems are in equilibrium with each other. Okay, ഇത് ഇവിടെ എന്താ പറയാൻ കാരണം, because we want to bring in the concept of temperature. Okay, അപ്പോൾ ഈ മൂന്ന് സിസ്റ്റങ്ങളും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ I can write the equation state. Okay, let me write the equation state of A. Let me call it as F A in terms of P and V. Okay, പ്രഷറിന്റെ മുകളിൽ തന്നെ ടേംസിൽ ഞാനെൻ്റെ ഇക്വേഷൻ സ്റ്റേറ്റ് എഴുതുക. ഏത് പോയിക്കോട്ടെ, റിയൽ ഗ്യാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും, എനിത്തിങ്. യു ആർ റൈറ്റിംഗ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. അതേപോലെ തന്നെ ബിയുടെ ഞാൻ ഇക്വേഷൻ സ്റ്റേറ്റ് എഴുതുന്നു. ഓക്കെ, സിയുടെ ഞാൻ ഇക്വേഷൻ സ്റ്റേറ്റ് എഴുതാണ് എഫ് ഓഫ് സി പി കോമ വി. ഇത് മൂന്നും ഇക്വിലിബ്രിയത്തിലായ സ്ഥിതിക്ക് we can say that f of A should be f of B PV, and this should be equal to f of C PV. Okay, ഈ PV എന്ന് ഉപയോഗിക്കാൻ കാരണം we are not separating. Pressure and volume may be different, may not be different. Okay, ഈ മൂന്നും ഈക്വൽ ആണെങ്കിൽ there will be a parameter that is the same for everything, these three systems. ഈ മൂന്ന് പേര് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ മൂന്ന് പേർക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞ പേരാണ് ടെമ്പറേച്ചർ. Okay, so what is temperature? According to Zeroth Law of Thermodynamics, if three systems are in equilibrium with each other, then the parameter that is common to all these three systems will be its temperature. അത് ആലോചിച്ചാൽ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ.
മൂന്ന് പേര് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മൂന്ന് പേരുടെ ടെമ്പറേച്ചർ സെയിം ആകാതെ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരില്ല. സോ ഓൾറെഡി വി നോ ദാറ്റ് തിങ്. ഓക്കെ, ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, see, in this definition of temperature, there is no mention of any of the microscopic quantities. This is a macroscopic definition of temperature. ടെമ്പറേച്ചറിനെ നമ്മുടെ ഇന്നർ മോളിക്കുലർ സ്ട്രക്ചർ എന്താണ്, അറ്റോമിക് സ്ട്രക്ചർ ആണ്, അതൊന്നും നമ്മൾക്ക് കാര്യമാക്കേണ്ട കാര്യമില്ലാത്തൊരു ഡെഫിനേഷനാണ് ഇത്. കാരണം ഇവിടെ ഇന്നർ സ്ട്രക്ചറിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇത്ര ആറ്റംസ് ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം അതൊന്നും അറിയാത്ത കാലത്താണ് തെർമോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്തത്. സോ വിൽ ഹാവ് ടു define temperature we had to define temperature in that way. So temperature is that parameter which is common to three systems that are in equilibrium to each other. Okay, so we can say that this function, the function that is common to these three systems will be the temperature. ഇതാണ് zeroth law പ്രകാരമുള്ള ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി as your molecular structure became evident, you had a knowledge of the atomic structure, we had a different definition of temperature. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിന്റെ ഡെഫിനേഷൻ എന്താണ്? ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ദി മീൻ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം എന്നായി മാറി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എവിടുന്നാണ്? വി നോ ദാറ്റ് ഇൻസൈഡ് let us say your ideal gas, you are taking a cylinder full of ideal gas and you fitting into the piston. അകത്തിരിക്കുന്ന ഗ്യാസിന് തീർച്ചയായിട്ടും മോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ ആണ് നമ്മൾ എടുക്കുന്നത്, O2 മോളിക്യൂൾസ് ഇൻസൈഡ് ദെയർ ഈസ് ഓക്സിജൻ ആറ്റം അല്ലേ. ഓക്സിജൻ ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്? യുവർ ഇലക്ട്രോൺസ് ആർ ദെയർ, യുവർ ന്യൂക്ലിയസ് ഇസ് ദെയർ അല്ലേ. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഈ എലമെന്ററി പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. there will be vibratory motion, there will be rotational motion, and there will be translation motion of electrons. Okay, ഇതിനൊക്കെ എന്തുണ്ടാവും? ഈ ഒക്കെ കാരണം കൊണ്ട് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. Okay, there will be kinetic energy of rotation, kinetic energy of vibration, kinetic energy of motion, that is translation. Okay, ഈ മൂന്ന് എനർജീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can say that these three are the energies of the gas. അതെന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജി. കാരണം ചലനം മൂലമാണ് ഈ എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, ഈ എല്ലാ മോളിക്യൂൾസും എടുത്തു കഴിഞ്ഞാൽ എല്ലാ മോളിക്യൂൾസിനകത്ത് ഇലക്ട്രോൺസും എല്ലാവരുടെയും കൈനറ്റിക് എനർജി എടുത്തു കഴിഞ്ഞാൽ പലർക്കും പലതായിരിക്കും. ഓക്കെ, we might see that certain parts of the gas might have your electrons having more kinetic energy. Okay, some other parts of the gas may be having lesser different numbers. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കൈനറ്റിക് എനർജി. കാരണം നമുക്ക് എല്ലാവർക്കും ഈ ഇലക്ട്രോൺസ് ആർ ഇൻ ഓർബിറ്റൽസ് S, P, D and F. അപ്പോൾ അവരുടെ എനർജീസ് പലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ വെലോസിറ്റിയും പലതായിരിക്കും. ചില ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് പല ഫോഴ്സ് വെച്ചിട്ടാണ് പിടിച്ചു വലിക്കുന്നത്. S ഇലക്ട്രോൺസിന് വലിക്കുന്ന ഫോഴ്സ് കൊണ്ടല്ല P ഇലക്ട്രോൺസിനെ വലിക്കുന്നത്, P ഇലക്ട്രോൺസിന് വലിക്കുന്ന ഫോഴ്സ് കൊണ്ടല്ല D ഇലക്ട്രോൺസിനെ വലിക്കുന്നത്. സോ ദേ ആർ ഓൾ ഹാവിംഗ് ഡിഫറെന്റ് എനർജീസ്, ഓർ their velocity will be different. So in general their kinetic energies will also be different. അപ്പോൾ അങ്ങനെ വരുമ്പോൾ if you take all the kinetic energy of all electrons in a system and you take the average, that is a measure of the temperature of the system. Okay, that is a measure of the temperature of the system. അപ്പോൾ ടെമ്പറേച്ചറിന്റെ മൈക്രോസ്കോപ്പിക് ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ it is a measure of the mean kinetic energy of the molecules of the system, or we can have the electrons of the system. അതാണ് ടെമ്പറേച്ചറിന്റെ മൈക്രോസ്കോപ്പിക് ഡെഫിനേഷൻ. മാക്രോസ്കോപ്പിക് ഡെഫിനേഷൻ എന്താ? is that parameter which remains the same when three bodies are in equilibrium with each other according to the zeroth law of thermodynamics. Okay, അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിന്റെ ഡെഫിനേഷൻ. ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അറിഞ്ഞാൽ മാത്രം മുമ്പോട്ടുള്ള പോക്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രഷർ കണ്ടു, വോളിയം കണ്ടു, ടെമ്പറേച്ചർ കണ്ടു. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ we want to know something known as the internal energy of the system. Okay, internal energy എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാക്രോസ്കോപ്പിക് ഡെഫിനേഷൻ പറയുന്നില്ല, നമ്മൾ ഇതിന്റെ മൈക്രോസ്കോപ്പിക് ഡെഫിനേഷൻ പറഞ്ഞു പോവാണ്. So it is a measure of the let us say the kinetic and potential energy of the molecules of the system. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജൻ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ there is kinetic energy definitely. Your rotation is there, rotation kinetic energy is there, translation kinetic energy is there, vibration is there. ഈ മോളിക്യൂൾസ്, ഈ ആറ്റംസും ഇലക്ട്രോൺസും വൈബ്രേറ്ററി മോഷനിലാണ്. കൈ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഒന്നുണ്ടാവും,
there will be kinetic energy. So there is kinetic, definitely there is kinetic energy for a system. അത് കൂടാതെ there will be potential energy due to the different bonds. ഈ ബോൺസ് അതിനെ പിടിച്ച് വലിക്കുമ്പോൾ എന്താ, that is a stored energy. That energy is stored as potential energy. Okay, അപ്പോൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ there is both potential energy and the kinetic energy for the molecules of the system. ഈ മൊത്തം കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. സോ ഇന്റേണൽ എനർജി ഗീവ്സ് യു ദി മെഷർ ഓഫ് ദി കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദി സിസ്റ്റം പ്ലസ് എനി അതർ എനർജി. ഇപ്പോൾ ചാർജ് പോലെ റിപ്പൾഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, അതും കൈനറ്റിക് എനർജിയിൽ വരും. അപ്പോൾ ഇത്തരത്തിൽ മോളിക്യൂളിൽ ഉണ്ടാകുന്ന മൊത്തം എനർജിയുടെ ഒരു അളവ് പോലാണ് എന്ത് ഇന്റേണൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്.